ഹായ് ഗൈസ്, നമസ്കാരം. എനിക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടായിരുന്നു വന്നത്. എനിക്ക് മാത്രമല്ല, നമ്മളിപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു 2 മാസത്തിൻ്റെ മുകളിലായിട്ട് നമ്മൾ തൊപ്പിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മൾ അവിടെ നിങ്ങൾക്ക് എത്ര പേർക്ക് എന്നെ അറിയാം എന്നറിയില്ല, അതുകൊണ്ട് ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് MRG ഷമീർ. MRG എന്ന് പറയുന്ന ഈ ടാഗ് എനിക്ക് കിട്ടുന്നത് തൊപ്പി എന്ന് പറഞ്ഞ വ്യക്തിൻ്റെ കൂടിയതിന് ശേഷം. അവൻ എൻ്റെ മുമ്പേ ഉള്ള ഫ്രണ്ടാണ്. ഒരു 10 വർഷം 12 വർഷമായി നമ്മൾ ഫ്രണ്ട്സായിട്ട്. അതായത് എൻ്റെ ചെറുപ്പത്തിൽ തൊട്ടേ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ഫ്രണ്ടായി. എത്ര പേർക്ക് ഇത് അറിയാമെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ മൊത്തം എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പം അങ്ങനെ ഞാൻ ദുബായിലൊക്കെ വർക്ക് ചെയ്യുമായിരുന്നു. ദുബായിലല്ല, കുവൈത്തിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ കുവൈത്തിൽ വർക്ക് ചെയ്തുകൊണ്ട് നിന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ അവിടുത്തെ ജോലി സംബന്ധമായ ഇതുകൊണ്ടും കാര്യങ്ങളൊക്കെ കൊണ്ട് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു. അങ്ങനെ നാട്ടിലേക്ക് വന്നു. ആ സമയത്ത് ഇവൻ ബ്രേക്ക് എടുത്തിരിക്കുകയായിരുന്നു. അതായത് മറ്റേ മുടിയൊക്കെ മുറിച്ച് ബ്രേക്ക് എടുത്ത് നിൽക്കുന്ന ടൈമായിരുന്നു അത്. അങ്ങനെ അത് കഴിഞ്ഞു. ഇവൻ പറഞ്ഞു, ഇതേപോലെ ഞാനൊരു ഗ്യാങ് ഫോം ചെയ്യുന്നുണ്ട്, ഗ്യാങ് ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ നീ കൂടെ ഉണ്ടോ എന്ന് ചോദിച്ചു എന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വരാം, ഞാനും ഉണ്ട്, എനിക്ക് താല്പര്യമുണ്ട്. കാരണം ഞാൻ പണ്ട് മുതലേ അവൻ്റെ ഇതിൽ കുറേ പെർഫോമൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഇതായിട്ടില്ല, എക്സ്പോഷർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറേ കാലത്തിന് ശേഷമാണ് എനിക്കൊരു എക്സ്പോഷർ കിട്ടുന്നത്. ലൈക്ക് ഞാൻ കുറേ വർഷം അവൻ്റെ കൂടെ നിന്നതിന് ശേഷമാണ് ഈ അടുത്തൊരു 4-5 മാസങ്ങൾക്ക് മുമ്പാണ് എനിക്കൊരു എക്സ്പോഷർ കിട്ടുന്നത്. മനസ്സിലായോ? അത് ഞാൻ കുറേ ഹാർഡ് വർക്ക് ചെയ്തു, കുറേ എന്താ പറയുക, അതിന് ഡെഡിക്കേറ്റ് ചെയ്തു, കുറേ അത്തരം കാര്യങ്ങൾ ചെയ്തു. ഈ പറഞ്ഞ പോലെ എനിക്കതിനൊരു റിസൾട്ട് കിട്ടി, അത് ശരിയാണ്. അങ്ങനെ ഞാൻ അതിനു മുമ്പൊന്നും എനിക്ക് തൊപ്പി എന്ന് പറഞ്ഞ വ്യക്തിൻ്റെ പേഴ്സണലായിട്ടും ഇമോഷണലായിട്ടുള്ള കാര്യം എനിക്കറിയാം, ബിസിനസ് പരമായിട്ടുള്ള അറിയാമെങ്കിലും ആസ് എ ഫ്രണ്ടാണ് എനിക്ക് ഇവനെ അറിയത്തുള്ളൂ. അതിൻ്റെ അപ്പുറത്തോട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയണ്ടായിരുന്നില്ല. ലൈക്ക് എന്താണ് നടക്കുന്നത്, ഇതൊന്നും എനിക്കറിയണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ റാംബോ എന്ന് പറഞ്ഞൊരു വ്യക്തി വന്നു, ജാസി വന്നു. അതിന് ശേഷം കുക്കായിട്ട് ജാസി വന്നു. പിന്നെ ആദിൽ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കസിനാന്ന് പറഞ്ഞിട്ട് ആദിൽ വന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഒരു ഗ്യാങ് സ്ട്രീം ചെയ്യാൻ തുടങ്ങി. അതിന് നല്ല മില്യൺസ് ഓഫ് വ്യൂസും കാര്യങ്ങളും എല്ലാം വന്നു. അതിൽ നിന്ന് സ്വാഭാവികമായിട്ട് എനിക്ക് റീച്ച് കിട്ടി, മമ്മൂന് റീച്ച് കിട്ടി, അതിനേക്കാൾ കൂടുതൽ തൊപ്പിക്ക് റീച്ച് കിട്ടി. അങ്ങനെ എല്ലാവർക്കും റീച്ചും കാര്യങ്ങളും എല്ലാം ആയി. അങ്ങനെ റീച്ചും കാര്യങ്ങളായി. അപ്പം ഇത് എനിക്ക് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇതിൽ വന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് കുറച്ച് സ്റ്റാർട്ടിങ് ട്രബിളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ എനിക്ക് ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് ലോങ് സ്റ്റോറിയാണ്, ഇത് കുറേ പറയാനുണ്ട്. അതുകൊണ്ട് ഞാനിത് ചുരുക്കി ഞാൻ എന്താണ് നടന്നത്, അല്ലെങ്കിൽ ഈ ഗ്യാങ് ഹൗസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്താണ് നടന്നതെന്നല്ല ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ പറഞ്ഞ പോലെ നമ്മളങ്ങനെ വന്നു. അങ്ങനെ ഒരു 4-5 മാസം മുമ്പ് ഞാൻ സ്ട്രീം ചെയ്യാൻ തുടങ്ങി. നല്ല വ്യൂവർഷിപ്പ്, ലൈക്ക് തൊപ്പിയുടെ അതേ ലെവൽ ഓഫ്, അല്ലെങ്കിൽ ആ ഒരു ലെവൽ ഓഫ് ഇതൊക്കെ എനിക്ക് കിട്ടി. അങ്ങനെ നല്ല രീതിയിൽ ഞാൻ ഒരു 2-3 മാസം പോയി. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ബ്രേക്ക് എടുക്കും. ഞാൻ എടുക്കുന്നതല്ല, ഇവൻ എന്നോട് പറയും, നീ ബ്രേക്ക് എടുക്കുമെന്ന് പറയുമ്പോൾ ഞാൻ ബ്രേക്ക് എടുക്കും. ഇങ്ങനെ 1 മാസം കൂടുമ്പോൾ ഞാൻ ബ്രേക്ക് എടുക്കും. പിന്നെ 1 മാസം കൂടുമ്പം ഇവൻ തോന്നുമ്പം ഇവൻ പറയും, ബ്രേക്ക് എടുക്കാൻ പറയും. അപ്പം ഞാൻ ബ്രേക്ക് എടുക്കും. അങ്ങനെ എനിക്കൊരു മാസം, അന്നേരം ആ സമയത്ത് ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മാസം 1.5 ലക്ഷം റുപ്യ അതിനടുപ്പിച്ച് എനിക്ക് റവന്യൂ വരും മാസത്തിൽ, മന്ത്ലി. അപ്പം അങ്ങനെ 3-4 മാസത്തെ മൊത്തം റവന്യൂ കൂടി ഒരു 3-4 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. കാരണം ഇവൻ്റെ ഇതുകൊണ്ടാണ് ഞാൻ ഇതായത്. ഓൻ്റെ ലൈവിൽ പെർഫോം ചെയ്തതിനോ ഇതിനോ ഒന്നും ഞാൻ ഇന്നേവരെ ചോദിച്ചിട്ടില്ല. ഞാൻ എൻ്റെ സ്വന്തമായിട്ട് എനിക്കൊരു റീചാർജ് ചെയ്യണമെങ്കിൽ പോലും അവനോട് ഞാൻ ചോദിക്കാറില്ല. ഞാൻ എൻ്റെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ വേറെന്തൊക്കെ രീതിയിലോ പൈസ ആക്കിയിട്ടാണ് ഞാൻ
റീചാർജും കാര്യങ്ങളൊക്കെ ചോദിക്കാറ്. കാരണം എനിക്ക് ഞാൻ അധ്വാനിച്ച പൈസ മാത്രം ഇതാക്കുക, അല്ലെങ്കിൽ ഞാൻ പണിയെടുത്ത പൈസയിൽ നിന്ന് എന്തെങ്കിലും ചെയ്യാമെന്നുള്ളൊരു മൈൻഡുള്ള ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനെ ഈ അടുത്തൊരു 2 മാസം മുമ്പ് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ 3-4 ലക്ഷം രൂപ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ ചോദിച്ചില്ല, ഞാൻ വിചാരിച്ചു അവൻ തരുമായിരിക്കും, അവനോട് അങ്ങനെ നമ്മൾ കണക്ക് പറഞ്ഞ് ചോദിക്കണ്ടല്ലോ, അവൻ തരുമായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ നിന്നു. ഒരു ദിവസം രാത്രി ഞാൻ ലൈവ് കഴിഞ്ഞു, ഞാൻ അവനോട് പോയിട്ട് എൻ്റെ ഉമ്മ വിളിച്ചു. അപ്പോൾ സിസ്റ്ററുടെ മാരേജൊക്കെ ഇങ്ങനെ ഇത് നടക്കുകയായിരുന്നു. മാരേജിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അടുത്ത് തന്നെ മാരേജാണ്. അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നടക്കുകയായിരുന്നു, എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ പരിപാടികളൊക്കെ ആയിട്ട്. അപ്പം സ്വാഭാവികമായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് പൈസ ചോദിക്കുമല്ലോ, ആ ഇതിൽ ഇവനോട് ഞാൻ പൈസ ചോദിച്ചു. അത് ഞാൻ ഉണ്ടാക്കിയ പൈസ താടാ അങ്ങനെയൊന്നല്ല ഞാൻ ചോദിച്ചത്. ഞാൻ ഈ പറഞ്ഞ പോലെ നീ അത് ഇങ്ങനെ ഇതാന്ന് സിസ്റ്ററെ ഇതാന്ന് ഒരു പൈസ ഈ പറഞ്ഞ പോലെ പൈസ എമൗണ്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഓൻ എത്ര വന്നാലും അത് വാങ്ങാം, അത് ഇതാക്കാം, ഓന് അങ്ങനെ തരുമെന്നായിരുന്നു എൻ്റെ വിശ്വാസം. ഓൻ്റെ റൂമിലേക്ക് കയറുന്നവരുള്ള എൻ്റെ വിശ്വാസം അങ്ങനെയായിരുന്നു. അങ്ങനെ ഞാൻ കയറി, ഞാൻ അവനോട് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു റവന്യൂ നിങ്ങൾക്ക് തരാൻ പറ്റില്ല, കാരണം അവനിതൊരു ബിസിനസ്സായിട്ടാണ് നടത്തുന്നത്, അവനിതൊരു ബിസിനസ്സാണ്. അപ്പം അങ്ങനെ നമുക്ക് റവന്യൂ ഓൻ തരൂല, ഓന് റവന്യൂ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ റവന്യൂ തരാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ റേസായി എന്നല്ല, ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനും കൂടി ഞാൻ ഇതാക്കിയതിൻ്റെ ഇതിൽ നിന്നൊരു പൈസയല്ല ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അത് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു നീ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് റൂള്, ഇവിടെ ഇങ്ങനെയൊക്കെയാണ്, നിങ്ങൾക്ക് വേറെ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നീ ചെയ്തോ, ഇവിടെ ഇതൊക്കെയാണ് റൂള് എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞു. ഈ പറഞ്ഞ പോലെ അതിന് മുമ്പേ നമ്മൾ തമ്മിൽ സംസാരം ഉണ്ടായിരുന്നു. അതായത് ലൈക്ക് ഞാൻ മമ്മു ജാസിയെല്ലാം നമ്മളെ പേഴ്സണൽ പ്രോബ്ലംസ് ഇങ്ങനെ പറയും, അതായത് ഫിനാൻഷ്യലായിട്ടുള്ള പ്രോബ്ലംസ്. നിങ്ങൾ പുറമേ കാണുമ്പം അവൻ ലൈവിൽ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ടാകുക ഇവർക്കൊക്കെ സാലറി ഉണ്ട്, അല്ലെങ്കിൽ ഇവർക്കൊക്കെ സ്വന്തമായിട്ട് റവന്യൂ ഉണ്ട് എന്നാണ് അവൻ എല്ലാ ലൈവിലും പറയാറ്. പക്ഷേ നമുക്ക് ഇന്നേ വരെ 1 രൂപ കിട്ടിയിട്ടില്ല എന്നുള്ളതിൻ്റെ ഗൂഗിൾ പേയോ എന്താണെന്ന് തെളിവ് എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുണ്ട്, പ്രൂഫുണ്ട്. എൻ്റെ ഫോണിൽ ഈ പറഞ്ഞ പോലെ എൻ്റെ യൂട്യൂബിൻ്റെ ഇൻകം ഏത് അക്കൗണ്ടിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് എന്നുള്ളതിൻ്റെ പ്രൂഫും എൻ്റെ കയ്യിലുണ്ട്, മനസ്സിലായോ? അപ്പോൾ അത് ഞാൻ കാണിക്കാം, അത് ഞാൻ രാത്രി കാണിക്കാം. അപ്പോൾ അതുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ മമ്മു എന്ന് പറയുന്ന വ്യക്തി അവൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് കൂടെ കൂടിയിട്ട് 2.5-3 വർഷമായി. ഈ മമ്മു എന്ന് പറയുന്ന വ്യക്തിൻ്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്നല്ല, ആ ടൈം തൊട്ടേ അവൻ്റെ ഉപ്പ വേറെ അത് നോക്കി പോയതാണ്, അവൻ്റെ ഉമ്മാനെ ഉപേക്ഷിച്ച് പോയതാണ്. അപ്പോൾ അതൊക്കെ ഇവനറിയാം, അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവൻ എടുത്തത്. ഇവൻ ലൈവിൽ അവൻ്റെ ഉമ്മാനൊക്കെ വിളിക്കുന്നുണ്ട്, ഉമ്മാന് വിഷമിക്കേണ്ട വരില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം 2.5 വർഷമായിട്ടും ഇത്രയും കാലമായിട്ട് ഈ മമ്മൂ, ഞാൻ എൻ്റെ ഈ കാര്യങ്ങൾ നിങ്ങൾ മാറ്റി വെച്ചേക്ക്, എൻ്റെ ഈ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ്ങിന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, എൻ്റെ ഒരു ഇതറിയിക്കാൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ മമ്മൂ എന്ന് പറയുന്ന വ്യക്തി അവൻ്റെ കൂടെ നിൽക്കാൻ തുടങ്ങിയിട്ട് 2.5 വർഷമായി. ഈ ഒരു 2 മാസം മുമ്പ് മമ്മൂ എന്ന് പറഞ്ഞ വ്യക്തിൻ്റെ വീട്ടിൻ്റെ ഓടിട്ട വീടാണ്. ആ വീട് കണ്ടാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ഞാൻ പറയാതെ തന്നെ മനസ്സിലാവും. അത് ഓനൊരു വീഡിയോ എടുക്കുന്നുണ്ട് ഓൻ്റെ വീടൊക്കെ കാണിച്ചിട്ട്. കാരണം ഇനി നമ്മളിത് പറയാണ്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇതായിപ്പോവും, മനസ്സിലായോ? നമ്മൾ പടുകുയിലേക്ക് പെട്ടുപോകും. നമുക്ക് ഓൾറെഡി സൈബർ ബുള്ളിങ്ങും ഇവിടുന്നൊക്കെ മൊത്തം ഇത് കിട്ടുന്നുണ്ട്. ഇവൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങിക്കൊണ്ട് നമ്മളെന്തോ ഈഗോ കാണിച്ചു, അല്ലെങ്കിൽ എന്തോ ഈഗോ കാണിച്ചെന്നൊക്കെ പറയുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, 13 വർഷമായിട്ട് എൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരുത്തനോട് ഞാൻ എന്തിനാണ് ഈഗോ കാണിക്കേണ്ട ആവശ്യം? അല്ലെങ്കിൽ എന്നെ വളർത്തിയ, അല്ലെങ്കിൽ എനിക്കൊരു ഇതുണ്ടാക്കി തന്ന ഒരാളോട് ഞാൻ ഈഗോ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് ഈഗോ അല്ല സംഭവം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പിന്നെ പേഴ്സണലായിട്ട് നമുക്ക് അവിടെ ഉണ്ടായ നിങ്ങൾ ക്യാമറയിൽ കാണാത്ത ഒരു രൂപവും ഒരു സ്വഭാവവും അവനുണ്ട്. അത് നമ്മളവിടെ വീട്ടിൽ താമസിക്കുന്നവർക്ക് മാത്രമേ അറിയൂ. അതായത് അവിടെ 2 മെസ്സാണ് അവിടെ ഉണ്ടാവാറ്. അതായത് നമുക്ക് സാമ്പാറും അല്ലെങ്കിൽ രസവും ചോറും എന്തെങ്കിലും വറവോ അങ്ങനെ മുട്ട പൊരിച്ച അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും.
അവൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ചിക്കൻ ഫ്രൈ, പിന്നെ അവൻ്റേതായ ഒരു ഫുഡുകളുണ്ട്, ചിക്കൻ ഫ്രൈ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അവന് വേറെ തന്നെ ഒരു ഫുഡ്. അങ്ങനെ 2 മെസ്സാണ് അവിടെ നടക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ മമ്മു എന്ന് പറഞ്ഞ വ്യക്തിൻ്റെ വീട് ചോർന്ന് വിളിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2-2.5 വർഷമായിട്ട്. കഴിഞ്ഞ 2 മാസം മുമ്പ് പഞ്ചായത്താണ് ഇടപെട്ടിട്ട്, നിസ്സാര പൈസയാണ് പഞ്ചായത്താണ് അത് മാറ്റി കൊടുത്തത്. അതുപോലും അവൻ ചെയ്തിട്ടില്ലായിരുന്നു. നിങ്ങൾ ആലോചിക്കണം, 2.5 വർഷമായിട്ട് കൂടെ നിൽക്കുന്ന മമ്മൂൻ്റെ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫോൺ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ഏകദേശം പിടികിട്ടും, മനസ്സിലാവും. പിന്നെ ജാസി എന്ന് പറഞ്ഞ ആൾക്ക് അവിടെ ഉണ്ടായ ബുള്ളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോൾ മമ്മൂനാണെങ്കിലും ഉണ്ട്. മമ്മൂനെ ഒരു ദിവസം മലപ്പുറത്ത് നമ്മൾ നിൽക്കുമ്പം ഒരു പരിപാടിക്ക് പോയ സമയത്ത് എന്തോ ഒരു പ്രമോഷൻ പരിപാടിക്ക് ഇവനോട് ഇതാക്കാൻ പറഞ്ഞു. അപ്പം മമ്മു മൂടില്ലാന്നോ അങ്ങനെ പറഞ്ഞു. കാരണം സ്വാഭാവികമായിട്ട് അവൻ 2-2.5 വർഷമായിട്ട് കൂടെ നിൽക്കുന്നതെന്ന് ഓൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് ഓൻ പറയുന്ന എല്ലാ ഇതിനും തുള്ളുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ എന്നിട്ടും ഓന് എന്താ പറയുക, ഒരു 2 രൂപ ഓൻ്റെ കയ്യിൽ കിട്ടാത്തതുകൊണ്ടുള്ള ഇതുകൊണ്ടായിരിക്കാം മോട്ടിവേഷൻ. ആരും അങ്ങനെ എന്താ പറയുക, 2-2.5 വർഷവും ഒരിക്കലും ഒരു കമ്പനിയിൽ ഇപ്പോൾ ശമ്പളം കിട്ടാതെ ആരും പണിയെടുക്കില്ല. അതുപോലെ തന്നെ അപ്പോൾ ഒരു ഡീമോട്ടിവേഷൻ വരും. അപ്പോൾ അതിൻ്റെ ഇതിൽ അവൻ പറഞ്ഞു പറ്റില്ല, വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നോ അങ്ങനെ എന്തോ ഒരു ഇതിൽ, അതും ഇങ്ങനെ തലയൊക്കെ ചൊറന്നോട്ട് ഇങ്ങനെ താഴേക്ക് നോക്കിയിട്ടാണ് പറയുന്നത്. അവനോട് നേരെ നിന്ന് നമ്മളാരും സംസാരിക്കാൻ നമുക്ക് പറ്റാറില്ല, അതിനുള്ളൊരു ഇത് ഉണ്ടാവാറില്ല. എനിക്ക് പിന്നെയും ഉണ്ടാവാറുണ്ട്, ബാക്കിയുള്ളവർക്ക് അത്രയും ഇത് ഉണ്ടാവാറില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ട് ഓൻ പറഞ്ഞപ്പോൾ ഇവനെന്ത് ചെയ്തു, നീ ഇരിക്കുമെന്ന് പറഞ്ഞു ഓനെ കട്ടിലിരുത്തി. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഉണ്ട്. അപ്പോൾ ഇവൻ്റെ കാല് കൊണ്ട് എന്ത് ചെയ്തു, ഓൻ്റെ മുഖത്ത് ഇങ്ങനെ ചൂട്ടി ഒരു 5 മിനിറ്റോളം മുഖത്ത് ചൂട്ടിയിട്ട് എന്താടാ എനിക്ക് പറ്റാത്തതെന്ന് പറഞ്ഞിട്ട് തെറിയൊക്കെ വിളിച്ചുകൊണ്ട് കാലിങ്ങനെ ചൂട്ടി. അത് കണ്ട് എനിക്ക് മൊത്തത്തിൽ ബാഡായി. പിന്നെ ഞങ്ങൾക്ക് ഓൻ്റെ അടുത്ത് പറയാനുള്ള ഇതില്ല, കാരണം ഓൻ ഭയങ്കര ഹൈപ്പർ ഇതായിട്ട് ദേഷ്യം പിടിച്ചിങ്ങനെ നിൽക്കുക. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെയും ചിലപ്പോൾ ചവിട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് സ്വയം ഒരു പേടി ഉണ്ടാവുമല്ലോ. പിന്നെ നമ്മളവനെ കണ്ടതും ഈ പറഞ്ഞ പോലെ ഒരു ഇതായിട്ടാണ് നമ്മൾ കണ്ടത്. അവനൊരു താഴ്ന്നൊരു ലെവലിലാണ് നമ്മളെ കാണുന്നത്. നമ്മൾ ശബ്ദം ഉയർത്തി അവനോടൊന്ന് ചോദിക്കുക ഇതാക്കാനും ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര പിന്നീട് ഓൻ നമ്മളെ ഇതാക്കും. അത് ലൈവിലും കുറേ സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. അതായത് ഓൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ എന്തെങ്കിലും നമ്മൾ ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ലൈവിന് ശേഷം നമുക്ക് കുറേ ഇത് കിട്ടും. നമ്മളെ മെൻ്റലി ആണെങ്കിലും ഓൻ്റെ വായ കൊണ്ട് ഓൻ നമ്മളെ ഭയങ്കരമായിട്ട് തളർത്തും. പലതും പറഞ്ഞ് തെറിവിളിയിലൂടെയും ഇതുമെല്ലാമായിട്ട് നമ്മളെ തളർത്തും. അപ്പം അതുകൊണ്ട് ഓനോട് നമുക്കൊരു പേടി, ഒരു ഇതുണ്ട്. ബഹുമാനമില്ല, നമുക്ക് പേടിയുണ്ട്. പേടി മാത്രമേ ഉള്ളൂ. അങ്ങനെ മമ്മൂനെ ഈ പറഞ്ഞ പോലെ ചവിട്ടി ഞാൻ. അപ്പോൾ റാംബോ ആണ് ഇതിൻ്റെ മൊത്തം വീട്ടിലെ കാര്യങ്ങളും ഇവൻ പറയുന്നത്. അതായത് ഇവൻ തൊപ്പി പറയുന്നു ഇന്ന് ഇവർക്ക് ഫുഡ് കൊടുക്കണ്ട, അല്ലെങ്കിൽ ഇന്ന് ഇവർക്ക് ഇതില്ല, ഇന്ന് ഇവരിത് ചെയ്യണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാംബോ ആണ് നടപ്പിലാക്കുന്ന ആൾ. ഒരു നടപ്പിലാക്കുന്ന ശ്വാസന ഇടുന്ന ആൾ തൊപ്പിയും, അത് നടപ്പിലാക്കുന്ന ആൾ റാംബോ ആണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ റാംബോ എന്ത് ചെയ്തു, സോറി ഞാൻ വീഡിയോ ആയിക്കൊണ്ട് റാംബോ ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ റാംബോനെ ഞാൻ മാറ്റി നിർത്തി ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. റാംബോ ഇത് പറ്റൂല, നമ്മളെ കൂടുതലുള്ള ഒരാളെ ഇവരിങ്ങനെ പറയുക ഇങ്ങനെ ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബാഡാണ്, ഇത് പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ റാംബോ പിന്നെ തൊപ്പീൻ്റെ അടുത്ത് പോയിട്ട് മെല്ലെ ഇതാക്കി അങ്ങനെ ഓനെ വിട്ടു. ഈ പറഞ്ഞ സീനടക്കെ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ ഗ്യാങ് ഹൗസിൽ നടന്ന കാര്യം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു 10% മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി ഒരു 90% ബാക്കിയുണ്ട്, മനസ്സിലാവും. ബാക്കി ഇതിലും ഡാർക്കറായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ അതൊന്നും എനിക്കിപ്പം പറയാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പം ഈ കാര്യങ്ങൾ നമുക്കൊന്ന് പറയണം തോന്നി. കാരണം നമുക്ക് എന്തുകൊണ്ടിപ്പോൾ പറയുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. അവനിപ്പോൾ സിനിമയായി, നിങ്ങൾക്കൊന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ നിങ്ങളിപ്പോൾ വന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. നമ്മൾ അവിടുന്ന് ഇറങ്ങിയ മുതൽ ഈ പറഞ്ഞ പോലെ ഓനെ വിളിക്കുകയും ഓനെ കോൺടാക്ട് ചെയ്യും, ഓൻ്റെ മാനേജറോട് കാര്യങ്ങൾ പറയും, സോർട്ട് ചെയ്യാൻ നോക്കി എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഓന് അതിനോടൊന്നും അടുക്കുന്നില്ല, മനസ്സിലായോ? അതിനോടൊന്നും അടുക്കുന്നില്ല. അപ്പം നമ്മളെ ഇങ്ങോട്ട് ദ്രോഹിച്ച് നമ്മളോട് ഇങ്ങോട്ട് തെറ്റ് ചെയ്ത് നമ്മൾ എന്തോ തെറ്റ് ചെയ്ത പോലെയാണ് നമ്മളോട് പെരുമാറുന്നത്. അതിൻ്റെ ഇത് നമുക്ക് കിട്ടുന്നുമുണ്ട്. ഞാനിപ്പോൾ കിക്കില സ്ട്രീം ചെയ്യുന്നത്, അവിടെയാണെങ്കിലും എല്ലാ സ്ഥലത്തും എനിക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവും ഇതും ഞാനെന്തോ തെറ്റ് ചെയ്തു, നമ്മളെന്തോ തെറ്റ് ചെയ്തു എന്നാണ് ആൾക്കാർ കണക്കാക്കുന്നത്. അത് ആൾക്കാരെ നമ്മൾ ഇത്രയും കണ്ട ആൾക്കാർ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഞാൻ മമ്മൂനെയും കൂടി വിളിക്കാം, ഓന് പറയാനുള്ള കാര്യങ്ങളും കൂടി ഒന്ന് കേൾക്കാം. മമ്മോ
ചെയറെടുത്തില്ലേ